അപ്പോൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷായി ഇനി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മൈസൂർ സൂ കാണാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ മിക്ക വഴികളിലും രണ്ട് സൈഡിൽ നിന്നും മരം സെൻറ്ററിലേക്ക് വന്ന് കാണാൻ നല്ല രസം കേട്ടോ. മിക്ക വഴികളിലും ഞങ്ങൾ കണ്ടു. ഇങ്ങോട്ട് പോകുന്ന മിക്ക റോഡുകളിലും ഉണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മിനിഞ്ഞാന്ന് UP-യിലേക്ക് തിരിച്ചെത്തിയിട്ടോ. ഈ വിവരം നിങ്ങളുടെ അടുത്ത് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പറയാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഞാനത് മറന്നുപോയി. പിന്നെ വീഡിയോസ് ഇടാനും ഇപ്പോൾ ഒരു 2-3 ദിവസം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യം അങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നാട്ടിൽ വെച്ചുള്ള വീഡിയോസ് എല്ലാം വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നാട്ടിൽ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് ജോലികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് വഴിയെ പറയാം കേട്ടോ, വിശേഷങ്ങളെല്ലാം. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ടൂറും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടൂറിന് പോയി ഞങ്ങളുടെ ഒരു 3-4 ദിവസം അങ്ങനെ പോയി. പിന്നെ ബാക്കിയുള്ള ദിവസം നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിൽ പോയും മറ്റുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർത്തൊക്കെ വന്നിപ്പിക്കും. ദിവസങ്ങൾ തീർന്നത് അറിഞ്ഞില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. അവിടെ സൈഡുകളിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. പല പല എന്താ പറയുക ടോയ്സൊക്കെ ഇങ്ങനെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ടെഡി ബെയർ, റാബിറ്റ്, ഡോൾസ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്, കീ ചെയിൻ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു ഐറ്റംസൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെറിയ ഷോപ്സ്. അപ്പോൾ നമ്മൾ സൂവിലേക്ക് എത്തി. മൈസൂർ സൂവിൻ്റെ അവിടെ ഇനി നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. സുവോളജിക്കൽ ഗാർഡൻ. ഓക്കെ, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം. പിന്നെ നമ്മുടെ റെയിൻകോട്ടും കയ്യിൽ കരുതണം. അവിടെയാണ് എൻട്രി കൗണ്ടർ. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ടൊക്കെ വേണം. ഇവിടെ ഡ്രൈവർ ചേട്ടൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഡ്രൈവർ ചേട്ടൻ ഡ്രൈവർ പ്ലസ് നമ്മുടെ ഗൈഡാണ്. ആദ്യം ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പ്ലാൻ മാറ്റി ആദ്യം സൂ കണ്ടിട്ട് പിന്നെ നമുക്ക് ചാമുണ്ടി ഹിൽസൊക്കെ കാണാൻ പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഇവിടെയൊക്കെ ഭയങ്കര ചെക്കിങ് ആട്ടോ. ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ അകത്തേക്ക് കടത്തി വിടുന്നുള്ളൂ. നമ്മുടെ ബാഗും ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കടത്തുന്നത് സൂവിൻ്റെ അടുത്ത്. ഇവിടെ കുറേ ഡൂസും ഡോൺസും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം സൂ കാണാൻ ചെല്ലുമ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ സൂവിൻ്റെ അകത്തേക്ക് കടന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂപ്പർ മഴയായിട്ടോ. പിന്നെ റെയിൻകോട്ട് ഇല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആകെ നനഞ്ഞ് ചീഞ്ഞ് നടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും എല്ലാവരും റെയിൻകോട്ടൊക്കെ എടുത്ത് പിന്നെയും നടക്കുന്ന നേരത്ത് അതൊക്കെ ഇട്ടിട്ടാണ് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയത്. കൊക്കാറ്റോ, ഇതിൻ്റെ പേരാണ് കൊക്കാറ്റോ. ഇത് നമ്മുടെ വലിയ തത്തകളില്ലേ, ഭയങ്കര വലിയ തത്തകൾ. എന്തൊരു ഒച്ചയാ. വലിയ തത്ത, നല്ല രസമായിട്ടാണ് കാണാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ തത്തേനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഏരിയ മൊത്തം ബേർഡ്സിന്റെ ഏരിയയാണ്. ഇനിതാ നമ്മുടെ പുലി കടുവ ഏരിയയിലേക്കൊക്കെ നമ്മൾ നീങ്ങാണ്. മഴ ദിവസം ആട്ടൊന്നും മെയിൽ ഇത്ര വേഗം മഴ പെയ്യുന്നു വിചാരിച്ചില്ലായിരുന്നു. ഇവിടെ പുലിനെയും കടുവേനെയൊക്കെ കാണാൻ ആൾക്കാർ ഭയങ്കര തിരക്കാണ്. അവിടെ ഒരെണ്ണം നടക്കുന്നുണ്ട്. ഞാനിപ്പുറത്ത്
ഇപ്പുറത്തേക്ക് വന്നില്ലല്ലേ അതിൽ വരുന്നുണ്ടോ? നമുക്കിങ്ങനെ സൂ കാണാൻ ഇതേപോലത്തെ വണ്ടികളും ഉണ്ട് കേട്ടോ. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറി പോകാം. ഞങ്ങൾ നടന്ന് കാണണം. ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സിംഹചേട്ടന്മാരൊക്കെ ഈ കൂടിനകത്തുണ്ട് കേട്ടോ. അവര് വെള്ള കളറിലുള്ള സിംഹങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ നിങ്ങൾ നോക്കിയേ, മഴ കാരണം ആൾക്കാർ കുറച്ച് പേരൊക്കെ കുട ചൂടി പോകുന്നു, കുറച്ച് പേര് റെയിൻകോട്ടിൽ. കുറച്ച് പേർക്ക് ഇതൊന്നും ബാധകമല്ല, അവർക്ക് റെയിൻകോട്ടും ഇല്ല, കുടയില്ല, ഒന്നുമില്ല, അല്ല ഫ്രീ ആയി നടക്കുന്നുണ്ട്. പക്ഷെ മഴ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രോങ് ആവുന്നുണ്ട്, ഇടയ്ക്ക് വീണ്ടും ഒന്ന് ഇത്തിരി അടുത്തേക്കൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇടയ്ക്ക് ഇടും, ഇടയ്ക്ക് ഊരും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രോപ്പർലി ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ എങ്ങനെയാണോ നടന്നിരുന്നത് ഏതാണ്ട് അതേപോലത്തെ ഒരു ഫീലായിരുന്നു ഇപ്പോഴും. കാരണം നമ്മുടെ മുഖം മാത്രം ഇത്തിരി പുറത്ത് കാണിച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് ബോഡിയൊക്കെ കവർ ചെയ്ത് അങ്ങനെ നടക്കുന്നൊരവസ്ഥ. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഈ നമ്മുടെ ടൂർ ദിവസങ്ങളിൽ. ഒട്ടുമിക്കവാറും ദിവസങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കാരണം എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് നല്ലപോലെ തന്നെ മഴ കിട്ടിയിട്ടുണ്ട്. മഴ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു മെയ് മാസത്തിൽ. അതാണ് പറ്റിയത്. എന്തായാലും മഴ നമ്മളെ പറ്റിച്ചു. ഇനി നമുക്കിതേ ബാക്കി വീഡിയോ കാണാം കേട്ടോ. സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങോ? അതിന്റെ വാല് കണ്ടോ? ശരിയാ. മഴ കാരണം എല്ലാം ഇങ്ങനെ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ കയറി നിൽക്കുക. പുറത്തേക്കൊന്നും മുന്നില്ല അധികം. ഒരുവിധം മഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ജനം, ഒത്തിരി ആൾക്കാരുണ്ട്, നല്ല റഷാ. ഡോറിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവിടെ വലിയൊരു ഗൊറില്ല ഇരിപ്പുണ്ട്. പക്ഷെ അത് മഴ കാരണം കൊണ്ടായിരിക്കും പുറത്തേക്ക് ഒട്ടും ഇറങ്ങണില്ല. അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഒരു ശകലം കണ്ടേപ്പിക്കും ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അപ്പോഴേക്കും വീണ്ടും സ്ട്രോങ് മഴ. പിന്നെ മാനയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹൈനയുണ്ട്, ഒരു ഡോഗ് പോലത്തെ ഒരു ആനിമൽ കേട്ടോ. ഇവിടെ നമുക്ക് കാട്ടുപോത്തിനെ കാണാം. കാട്ടുപോത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് ആനയുള്ള അവര് അവിടെ ഒരാളവിടെ നിന്ന് കുളിക്കുന്നുണ്ട്, ഒരാൾ മരത്തും ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടിക്കളികളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ, ആനയുടെ കളികളൊക്കെ കണ്ട്. പിന്നെ ആ സമയത്ത് മഴയുണ്ടായിരുന്നു ഒരുവിധം. അപ്പോൾ എല്ലാവരും ആ ഒരു നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഷെഡ് കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മഴയത്ത് ഇങ്ങനെ എല്ലാവരും കയറി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. ഇത് കരടിയുടെ ഏരിയ. പിന്നെ അത് കഴിഞ്ഞാൽ ഓന്ത് കാണാം നമുക്ക്, ഓന്തിനെ. പിന്നെ നമുക്ക് ജിറാഫിനെ കാണാം. അങ്ങനെ ഒരുപാട് ആനിമൽസിനെ ഞങ്ങൾക്കന്ന് സൂയിൽ നിന്ന് കാണാൻ പറ്റിട്ടോ. മഴയത്തൊരു സൂ കാണല് ഉണ്ട്. ദൈവമേ, പെരുമഴ, നല്ല മഴ കേട്ടോ. ഞങ്ങള് സൂ കാണാൻ പോയിട്ട് പെരുമഴയിൽ പെട്ടു. കണ്ടതും കാണാത്തതും ഒക്കെ കണക്കാണ്. എന്തൊക്കെയോ കുറച്ചൊക്കെ കണ്ടു. അതത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല മഴ കാരണം. പിന്നെ മിക്കവാറും ആനിമൽസൊക്കെ കേജിന്റെ ഉള്ളിലും ഒക്കെ ആയിരുന്നു. ഉള്ളിലും ഷെഡിന്റെ ഉള്ളില്, കേജിന്റെ ഉള്ളിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അവരിതേ കണ്ടിരുന്ന് പറയണേ പനി പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കയറിയിരുന്നു. ചിലപ്പോൾ ശരിയായിരിക്കും. എന്തായാലും അതുകൊണ്ട് ആനിമൽസിനൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. സൂയിൽ വന്നോന്ന് വെച്ചാൽ വന്നു, കണ്ടോന്ന് വെച്ചാൽ കണ്ടു, അത്രേ ഉള്ളൂ. ഒരു സംതൃപ്തിയോടെ അങ്ങനെ കാണാൻ പറ്റിയില്ല. ആരും ഹാപ്പി ആയിരുന്നില്ല. കാരണം മഴയത്ത് ഞങ്ങൾ നനഞ്ഞ് ചീഞ്ഞിങ്ങനെ നടക്കായിരുന്നു. പിന്നെ നമ്മുടെ ടൂർ പാക്കേജിന്റെ പേരെന്ന് പറഞ്ഞാൽ മായ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ മായ ഹോളിഡേയ്സ് എന്നുള്ളൊരു ടൂർ പാക്കേജാണ് നമുക്ക് ടൂറിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നെ. അപ്പോൾ അവർ നമ്മളോട് വിളിച്ചു പറഞ്ഞായിരുന്നു റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോരെ, മഴയുണ്ടെന്ന്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങള് റെയിൻകോട്ട് കരുതിയായിരുന്നു. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും നനഞ്ഞിട്ടില്ല ഞങ്ങള്. പക്ഷെ മറ്റുള്ളവരെ ഞങ്ങൾ കണ്ടു, കുറെ പേര് കുട പോലും ഇല്ല, റെയിൻകോട്ടില്ല, ഫുൾ നനഞ്ഞ് ചീഞ്ഞ ഡ്രസ്സൊക്കെ നനഞ്ഞ് ചീഞ്ഞാണ് അവർ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ മായ ഹോളിഡേയ്സുകാര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്തായാലും ഇതവിടുത്തെ ഗവൺമെന്റ് ഓഫീസ് കേട്ടോ. പിന്നെ പെരുമഴയത്ത് എന്തായാലും ഞങ്ങളിനി ആദ്യം ഫുഡ് കഴിക്കാൻ പോകാം, എല്ലാവർക്കും വിശക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യം ചിന്തിക്കാം. മഴയത്ത് എങ്ങനെ ഇനി ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകും. ചാമുണ്ടി ഹിൽസ് അവിടെയൊക്കെ ഭയങ്കര മഴയെന്ന് പറഞ്ഞത്. പിന്നെ വൃന്ദാവൻ കാണാൻ പോകാൻ അവിടെയായാലും മഴയാണ്. മഴ കുറയണമെങ്കിൽ അപ്പോൾ പോയി കാണാം, അല്ലെങ്കിൽ റൂമിലിരിക്കേണ്ടി വരും. ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയേക്കാണ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പുറത്ത് മഴയാണ് കേട്ടോ, പെരുമഴ പെരുമഴ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്ക് 4:45. അപ്പം ഇനി റൈസ് ഒന്നും കഴിക്കേണ്ട, നമുക്ക് ദോശ കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ദോശ കഴിക്കാമെന്നാണ് പ്ലാൻ ഇട്ടേക്കണം. അപ്പോഴേ നമ്മുടെ ദോശയൊക്കെ എത്തി. ഞങ്ങളപ്പോൾ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ചാമുണ്ടി ഹിൽസ് കാണാൻ പ്ലാൻ ഇട്ടത് ക്യാൻസലാക്കി. ഇനി നമ്മൾ വൃന്ദാവൻ കാണാൻ പോവാണ്, മൈസൂർ വൃന്ദാവൻ. അവിടെ ചെല്ലുമ്പോൾ അറിയാം അതും എന്തായിരിക്കും സ്ഥിതിന്ന്. എന്തായാലും ഇന്ന് മഴ ദിവസമാണ്. ഞങ്ങൾ സൂയിലെത്തിയപ്പോൾ തൊട്ട് മഴയാണ്. പാലസ് കാണാൻ നേരത്ത് മഴയുണ്ടായിരുന്നു, എന്നാലും അപ്പം അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. മൈസൂർ പാലസ് ആണ്. നമ്മള് വീണ്ടും മൈസൂർ പാലസിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് പോകുന്നത് വൃന്ദാവൻ കാണാനും. ഇവിടുന്ന് 45 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ വൃന്ദാവൻ. മഴയാണ് മഴ, എന്നാലും നമ്മള് വൃന്ദാവൻ ഗാർഡന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ എൻട്രൻസ് ഈ ഭാഗത്തെന്ന് തോന്നുന്നു, കാണാൻ പറ്റുമെന്ന് അറിയില്ല. എൻട്രൻസ് കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ. ഞാനവിടുത്തെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയായിരിക്കുന്നു, അവിടെ ഇല്ല, തൊട്ടടുത്തല്ല. ഇവിടെ സൈഡിൽ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു പോകാൻ. മമ്മിക്ക് എന്തി ഞാൻ പോണു. പോരെ പോരെ പോരെ. നല്ല മഴ കേട്ടോ. ഞങ്ങളിത് ഇപ്പൊ എൻട്രൻസ് കടന്ന് ഉള്ളിലേക്ക് എത്തി. വൃന്ദാവന്റെ എത്ര ടിക്കറ്റിന്റെ ചാർജ്? 50 രൂപ പെർ പേഴ്സൺ. 50 രൂപ പെർ പേഴ്സൺ. എന്നാലും ഞങ്ങളോടത്ത് കൂടെ ഒന്നും ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ഇഷ്ടം പോലെ ജനമാണ്. നമ്മുടെ ആൾക്കാരല്ല, കൂത്താൻ സ്ഥലമില്ല. നമ്മുടെ ആൾക്കാരെ നോക്കി. കൊറോണയുടെ സമയത്ത് മാസ്ക് കൊറോണയുടെ സമയത്ത് നടന്ന അതേ രൂപമെടുപ്പ്. മുഖം മാത്രത്തിൽ കാണാം. അങ്ങേ സൈഡിലേക്ക് നോക്കി, അവിടേക്ക് എന്ത് രസമാണ്. അവിടെ നിന്ന് ബോട്ടിങ്ങും കൂടി ഉണ്ടോ? ഒക്കെ കാണിച്ചു തരാം. ഡാം പോലെ ഉണ്ട്. ആണോ? ഇവിടെ നമുക്ക് റെയിൻകോട്ട് ഇല്ലാണ്ടൊക്കെ വന്നവർക്ക് കുട വിൽപ്പന നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കുട വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സെയിം ടൈപ്പ് കുട കിട്ടിയിട്ടുണ്ട്. മഴയാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ അതാ ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ആൾക്കാർ. ഇവിടെ വാട്ടർ ഫൗണ്ടൻ കാണാൻ നല്ല രസമാണ്. ഇവിടുന്ന് നല്ല കാഴ്ച കേട്ടോ. കടലിലെ കൊടയുടെ തന്നെ ഭംഗി നല്ല രസമാണ്. കളർഫുൾ കൊട നല്ല ഭംഗി. ഇവിടെ പെരക്കുണ്ട മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
മസാലയൊക്കെ ഇട്ട് എന്നാലും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. മഴയത്ത് മൈസൂർ വൃന്ദാവൻ കാണാൻ മഴയും കൊണ്ട് നടക്കുക തന്നെ. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് തണുക്കണം. 6:30 ഇവിടെ ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒക്കെ കാണാമെന്ന് ചോദിച്ചു. അവിടെ ഓൾറെഡി തുടങ്ങി. അത് ഭംഗിയല്ലേ, പല പല കളറിൽ. സൂപ്പർ. ഇവിടെ കൂടാം. ഇവിടെ തൊട്ടടുത്ത് ഒരു ഹോട്ടലും ഉണ്ട്. അങ്ങേ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. എന്ത് രസമായി നമുക്ക് എന്തോരം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. കണ്ടോ എല്ലാവരും കുടയും ചൂടി നടക്കുന്നപ്പോൾ മഴയ്ക്ക്. ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി ഒക്കെ വരാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട അല്ലെങ്കിൽ റെയിൻകോട്ട് ഇതെല്ലാം കരുതുക. ഇവിടെ ഞങ്ങൾ ഗാർഡനിൽ പല സ്ഥലത്തായിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല വ്യൂ അല്ലേ ഈ സമയത്ത്. എന്തായാലും വന്ന ടൈം നല്ലൊരു ടൈമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഷോ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. ഫൗണ്ടൻ കാണാൻ നല്ല രസമാണ്. പല പല കളറുകളിൽ അടുത്തും അകലെയൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് ആ ഒരു ഷോ നല്ല സൂപ്പറായിട്ട് ഫീൽ ചെയ്തു. Seni bilir mi? Apa? മൈസൂർ വൃന്ദാവൻ ഗാർഡൻ കണ്ട് മടങ്ങുന്ന മഴക്കൂട്ടങ്ങളാണ് ഈ പോണത്. മതിയായോ? മതിയായോ? മൈസൂർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ചാമുണ്ടി ഹിൽസ് കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല, ഇതെങ്കിലും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മൈസൂർ ട്രിപ്പ്, ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചു. പിന്നെ നാളെയുള്ളത് ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ നാളെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നല്ല ലേറ്റായി, വൈകുന്നേരമായി. വൈകുന്നേരം ടൈമിൽ നമ്മൾ ഇവിടേക്ക് വന്നേട്ടോ ഈ ഷോയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. നല്ല രസമുണ്ട് കാണാൻ. മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരുന്നു. എന്തായാലും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവസാനിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.